ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് 3-4 ദിവസമായിട്ട് ചെറുങ്ങനെ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് മസാല ദോശയാണ്. ദൈവമ്മ കുറേ ദിവസമായി പറയുന്നത് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് വിചാരിച്ച് മസാല ദോശ ഉണ്ടാക്കാൻ. മാവ് പുളിച്ചൊന്നുമില്ല, അത്യാവശ്യം പുളിച്ചതേ ഉള്ളൂ കേട്ടോ. തണുപ്പായതുകൊണ്ട് അധികം പുളിച്ചൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ദോശക്കല്ലേ. ഇഡ്ഡലിക്കാണെങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് പുളിച്ചെടുക്കണ്ടു. അപ്പോൾ അതാ കാര്യം പറഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ദേവൂട്ടി ഞാൻ വിളിപ്പിച്ച് ദേവൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ വാട്ടാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ എടുത്ത് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് കുറച്ച് ചമ്മന്തി അരക്കണം. എനിക്ക് വേണ്ട മാത്രം മതി ചമ്മന്തി. അപ്പോൾ മക്കൾസൊന്നും ചമ്മന്തി കഴിക്കില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവി ഞാനിതാ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും തേങ്ങയും ഒക്കെ ചമ്മന്തി അരക്കുന്നുണ്ട്. കുറച്ച് തൈരും ചേർക്കും കേട്ടോ പുളിക്ക്. അപ്പോൾ അതൊക്കെ ചേർത്ത് ചമ്മന്തി അരക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ആ സമയം നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറിന് തോരനും തൈരുമാണ് കേട്ടോ, കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതാ മസാല ഞാൻ റെഡിയാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കയറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഞാൻ നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഉണ്ടാക്കിയത് ദേവൂട്ടി ദോശ ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ദോശയാണ്, ഇപ്പോൾ കൊള്ളായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊന്നും മര്യാദയ്ക്ക് ഇടത്തില്ല ദേവൂട്ടിയെന്നും പറഞ്ഞിട്ട് ദേവൂട്ടി ഞാൻ സൈഡാക്കി. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചുട്ടോളാം അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛനും ചേച്ചിക്കും കൊടുത്തിട്ട് ബാക്കി മോളത് ചുട്ടെടുത്തോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ ആ ഒരു ദോശ ഒഴിച്ച് പിന്നെ മസാല ഉണ്ടാക്കി ദേവൂട്ടിക്ക് തന്നെ കൊടുത്തു. പക്ഷേ അവളത് കഴിച്ചില്ല. അച്ഛന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളത് അവളെ തന്നെ ചുട്ടെടുക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചു. അങ്ങനെ മസാല ദോശ ആയി. പിന്നെ ചമ്മന്തി അവിടെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി വേണ്ട, ഞാനും ഉടനെ കഴിക്കത്തുള്ളൂ. ചുട്ടിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കഴിക്കത്തില്ല, അത് അച്ഛനാണെന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇതേപോലെ ദോശ ഒഴിക്കുന്ന സമയം എവിടുന്നെങ്കിലും ഓടിയിട്ട് വരും. ഹോളിലൊക്കെ ആണെങ്കിൽ ഓടി വരും, ഞാൻ ചൂടാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒഴിച്ചിട്ട് പരത്താൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ആ ചൂട് നോക്കി ഞാൻ ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ദോശക്കല്ല് എടുക്കുക. അപ്പോൾ ഇതാ അവളെ ദോശയൊക്കെ ചുട്ട് മസാലയൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോയട്ടോ. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ തോരനായി, എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോയി. ഇതാ ചോറിന് നല്ല രാവിലെ തന്നെ വെച്ച ചോറും പിന്നെ നമ്മുടെ തൈരും പിന്നെ ഇത്തിരി തോരനും. കറിയൊന്നും ഉണ്ടായിരുന്നില്ല, അച്ചാറൊന്നും വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് അച്ചാറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല കട്ട തൈര് ആണ് കേട്ടോ. അപ്പോൾ തൈരും തോരനും അച്ചാറില്ല, ചോറുമാണ് കേട്ടോ ഇന്നത്തെ. അങ്ങനെ ആ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. ഞാൻ 2 ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.